evolutions of states, രാഷ്ട്രങ്ങളുടെ ഉത്ഭവം, regions and kingdoms over time, കാലാകാലങ്ങളിൽ പുതിയ പുതിയ രാഷ്ട്രങ്ങൾ ഉണ്ടായത്, പ്രദേശങ്ങൾ ഉടലെടുത്തത്. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണത്തിന് the Rajatarangani chronicles the history of Kashmir from its beginning to the 12th century. രാജതരംഗണിയിൽ മാത്രം നോക്കാം, കാശ്മീരിന്റെ ചരിത്രം തുടക്കം മുതലേ ഉള്ള ചരിത്രം മുതൽ പറഞ്ഞിട്ട് 12ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രമാണ് ഇതിൽ പറയുന്നത്. ട്രേസിംഗ് ദ റൈസ് ഓഫ് സ്മോൾ കിങ്ഡംസ് ഇൻ ടു ലാർജർ, കൊച്ചു കൊച്ചു രാജ്യങ്ങൾ അവസാനം വന്ന് വലിയ രാജ്യങ്ങളായി എങ്ങനെയാണ് മാറുന്നത് എന്നത് മുതൽ ട്രേസ് ചെയ്യുന്നുണ്ട്. മോർ പവർഫുൾ ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആയിട്ട് ആ രാജ്യങ്ങൾ മാറുന്നത് എങ്ങനെയാണ്. സിമിലർലി, സമാനമായി, ദി ചമ്പ വംശാവലി ഓഫേഴ്സ്, ചമ്പ വംശാവലി നോക്കുക, കല്ഹണന്റെ രാജതരംഗിണി മാത്രമല്ല, ചമ്പ വംശാവലിയിലും ഇതുപോലുള്ള കാഴ്ചപ്പാടുകൾ. ഓഫേഴ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ ഫോർമേഷൻ ഓഫ് ദ ചമ്പ കിങ്ഡം, ചമ്പ രാജ്യം രൂപപ്പെട്ടതിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട്. ആൻഡ് ദ സക്സഷൻ ഓഫ് റൂളേഴ്സ്, പിന്തുടർന്നു വന്ന ഭരണാധികാരികൾ ആരൊക്കെ. ഹൈലൈറ്റിംഗ് ദ പ്രോസസ്സസ് ഓഫ് എ സ്റ്റേറ്റ് ബിൽഡിംഗ് ആൻഡ് കൺസോളിഡേഷൻ, രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ, രാഷ്ട്ര ഏകീകരണ പ്രക്രിയ, ഇവയെ കുറിച്ചൊക്കെ വ്യക്തമായ വിശദാംശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ വിവിധ ഘട്ടങ്ങളും പ്രോസസ്സുകളും പറയുന്നുണ്ട്. ഇനി പ്രാദേശിക ചരിത്രത്തിലേക്ക് ഒരു ഉൾക്കാഴ്ച നൽകാനായിട്ട് ഈ വംശാവലികൾക്കും ക്രോണിക്കലുകൾക്കും കഴിയുന്നു എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ഇവന്റ്സ് മാത്രമല്ല, പ്രാദേശിക ചരിത്രത്തിലേക്ക് കൂടി വെളിച്ചം വീശാനായിട്ട് ഇവയ്ക്ക് കഴിയുന്നു എന്നുള്ളത് അവയുടെ ഒരു മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കരുതേണ്ടി വരും. ഇൻസൈറ്റ്സ് ഇൻടു റീജിയണൽ ഹിസ്റ്ററി, ദീസ് ടെക്സ്റ്റ് ഓഫർ വാല്യുബിൾ ഇൻസൈറ്റ്സ് ഇൻടു ദ റീജിയണൽ ഹിസ്റ്ററീസ്, ക്യാപ്ചറിങ് ലോക്കൽ ഈവൻറ്റ്സ്, റൂളേഴ്സ് ആൻഡ് സൊസൈറ്റിയൽ ഡെവലപ്മെന്റ്സ്, പ്രാദേശികമായ സംഭവവികാസങ്ങൾ, പ്രാദേശിക ഭരണാധികാരികൾ, ഒപ്പം തന്നെ അപ്പോൾ ഉണ്ടായ സമൂഹത്തിലുണ്ടായ ചെറിയ ചെറിയ സംഭവവികാസങ്ങൾ, ഡെവലപ്മെന്റ്സ് ഒക്കെ അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വൈൽ ഫോക്കസിങ് ഓൺ സ്പെസിഫിക് റീജിയൻസ്, ചില പ്രത്യേക പ്രദേശങ്ങളെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ വംശാവലികൾ വേറെ ചില കാര്യങ്ങൾ നൽകുന്നുണ്ട്. ദേ ഓൾസോ റിഫ്ലക്ട് ബ്രോഡർ ട്രെൻഡ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് ദ നെയ്ബറിംഗ് കൺട്രീസ്, സമീപ അയൽ രാജ്യങ്ങളുമായിട്ട് ഉള്ള രാജാവിന്റെ ട്രെൻഡ് എന്താണ്, ചായ്വ് എന്താണ്, വിദ്വേഷമാണോ സൗഹൃദ ബന്ധമാണോ, ഇങ്ങനെയുള്ള അവരുമായിട്ടുള്ള ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, സൗഹൃദ ബന്ധങ്ങൾ, അല്ലെങ്കിൽ സന്ദേശങ്ങൾ കൈമാറൽ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കൂടി കഴിയുന്നു എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഉദാഹരണം പറയാമെങ്കിൽ രാജതരംഗിണിയാണ്. ഫോർ എക്സാമ്പിൾ, ദ രാജതരംഗിണി നോട്ട് ഓൺലി നരേറ്റ്സ് ദി ഹിസ്റ്ററി ഓഫ് കാശ്മീർ, കാശ്മീരിന്റെ ചരിത്രം മാത്രമല്ല അത് പറയുക, ബട്ട് ഓൾസോ ഷെഡ്സ് ലൈറ്റ് ഓൺ ഇറ്റ്സ് ഇന്ററാക്ഷൻസ് വിത്ത് നെയ്ബറിംഗ് റീജിയൻസ്, സമീപ പ്രദേശങ്ങളുമായിട്ട് അത് എപ്രകാരമാണ് ഇടപഴകുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ആൻഡ് കൾച്ചേഴ്സ്, ഒപ്പം തന്നെ മറ്റ് സംസ്കാരങ്ങളുമായിട്ട്, സച്ച് ആസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സെൻട്രൽ ഏഷ്യൻ സ്കോളേഴ്സ്, മധ്യേഷ്യൻ പണ്ഡിതന്മാരുടെ സ്വാധീനം പറയുന്നുണ്ട്. ആൻഡ് ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ റിലീജിയസ് ഗ്രൂപ്പ്സ് ഫോർ റോയൽ പേട്ടനേജ്, രാജകീയ രക്ഷാധികാരത്തിന് വേണ്ടിയിട്ട് പല മതഗ്രൂപ്പുകളും തമ്മിൽ നടന്ന മത്സരങ്ങളുടെ കാര്യവും ഈ രാജതരംഗിണി എന്ന് പറയുന്ന വംശാവലി ചരിത്രത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രസക്തമായ കാര്യം.